നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ക്ഷീണിച്ച് അതിൻ്റെ റിസൾട്ട് വന്ന് ഇനി അടുത്തൊരു ഒരാഴ്ചക്കാലം ഊണിലും മുറക്കിലും മുടിഞ്ഞ രാഷ്ട്രീയം സംസാരിച്ച് ടൈം പാസ് ചെയ്യുന്ന UDFും LDFും ആയിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ ഈ കാഴ്ച കണ്ടുനോക്ക്. തമിഴ്നാട്ടിലെ ചെന്നൈ സിറ്റിയിൽ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് സാധാരണ ജനങ്ങൾക്ക് ശുദ്ധമായ മിനറൽ വാട്ടർ ഫ്രീ ആയി കൊടുക്കുന്ന ഒരു ബൂത്താണിത്. ഭരിക്കുന്ന പാർട്ടിയായ DMKയുടെ ഒരു ബൂത്താണിത്. ഒരെണ്ണം വന്ന് വെള്ളം കുടിക്കുന്നു. ഇങ്ങനെ പല പാർട്ടിക്കാരും ചെയ്യാറുണ്ട്. പല പാർട്ടിക്കാരുടെയും ബൂത്തുകളുണ്ട്. ഇപ്പോൾ വിജയാനന്ദൻ്റെ ഒരു ബൂത്ത് അവിടെ ഉണ്ട്, ഇപ്പുറത്തെ DMK ഉണ്ട്. അങ്ങനെ പല ബൂത്തും ഇവിടെ ഉണ്ട്. ഇതിലൊന്നും വലിയ വീരവാദമൊന്നും ഇവിടെയുള്ള ആൾക്കാരൊന്നും മുഴക്കാറില്ല. പ്രത്യേകിച്ച് ഇത് ഞാൻ പറയാൻ കാരണം, നാട്ടിൽ ഓണക്കിറ്റ് കൊടുത്ത് വലിയ വീരവാദം മുഴക്കുന്നത് പോലെ ഇവിടെ ആരും ഇങ്ങനെ വീരവാദമൊന്നും മുഴക്കാറില്ല. ഇതേപോലെ ജെന്യൂനായ കാര്യങ്ങൾ UDFും LDFുമായിട്ടുള്ള സർക്കാർ കേരളത്തിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാം ഒരു പ്രഹസനം മാത്രമാണ്. കേരളത്തിലാണ് ഞാൻ പഠിച്ചത്. കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള അന്യ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സമ്പാദിക്കുന്നതിൻ്റെ കുറേയൊക്കെ വാടക മറ്റു ചിലവ് കൊണ്ട് ഇവിടെ ചിലവാക്കുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ സേവിങ്സ് കയ്യിൽ വരുന്നുണ്ട്. കേരളത്തിലായിരുന്നെങ്കിൽ ഇത്രയും ഡെവലപ്പ് ഞാൻ ആവുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ യുവാക്കന്മാരോട് പറയാനുള്ളത്, പ്രത്യേകിച്ചും ജനറേഷൻ സെറ്റ് 1997 തൊട്ട് 2012 വരെ ജനിച്ച യുവാക്കന്മാരോട് പറയാനുള്ളത്, വെറുതെ സിന്ദാബാദ് വിളിച്ച് ടൈം പാസ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങളിൽ ഒന്ന് സെറ്റിലാവാൻ നോക്കുക. എന്നാൽ മാത്രമേ വരും കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റൂ. വേറൊരു കാര്യം, 1980 ശേഷം ജനിച്ച ആളാണ് ഞാൻ. അതായത് ജനറേഷൻ Y പെടും. ഞാൻ ഇങ്ങനെ വേറെ സംസ്ഥാനത്ത് വന്ന് പണിയെടുത്ത് ഇവിടെ കഷ്ടപ്പെടാൻ കാരണം എൻ്റെ മുമ്പ് ജനിച്ചവർ, അതായത് 1965 തൊട്ടിട്ട് 1979 ജനിച്ച യുവാക്കന്മാരുണ്ടല്ലോ, അവരെ ജനറേഷൻ സെറ്റ് എന്നാണ് വിളിക്കുക. അവരുടെ ഈ രാഷ്ട്രീയ പ്രാന്ത് കാരണമാണ് ഞാൻ ഇവിടെ പണി എടുക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഇതേപോലെ നാട്ടിലൊരു ഡെവലപ്പായ ഒരു സിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് വർക്ക് ചെയ്ത് കുറേയൊക്കെ സേവ് ചെയ്യാൻ വരും. അതുകൊണ്ട് ജനറേഷൻ സെറ്റ്, അതായത് 1997 തൊട്ട് 2012 വരെ ജനിച്ചിട്ടുള്ള ജനറേഷൻ സെറ്റിൽപ്പെട്ട യുവാക്കന്മാരോട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വെറുതെ LDF UDF എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കാതെ അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ. താങ്ക് യു.